എന്തിനാണ് പ്രിയപ്പെട്ട മനുഷ്യർ? ഒരാൾ പറയാത്തതൊക്കെ ശ്രദ്ധിക്കാനും, വളരെ കുറച്ചേ മനുഷ്യർ പറയൂ, ബാക്കി കൂടി അറിയാൻ കഴിയുന്ന അത്രയും ഇങ്ങനെ ചേർന്ന് നിൽക്കാനാണ് പ്രിയപ്പെട്ട മനുഷ്യർ. പെർഫെക്റ്റായ മനുഷ്യരെ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് കിട്ടില്ല. പെർഫെക്ഷനെ തൊടാൻ കഴിയില്ല, തേടാനേ കഴിയൂ. അതാണ് പ്രത്യേകത. എല്ലാം തികഞ്ഞ മനുഷ്യന്മാരെ സ്നേഹിക്കാനും കൂടെ ജീവിക്കാനും വളരെ എളുപ്പമായിരിക്കും. പക്ഷേ ഈ ഭൂമിയിൽ നിന്ന് കിട്ടില്ല. പെർഫെക്ഷനുള്ള മനുഷ്യരാണ് എന്ന് നമുക്ക് തോന്നുന്ന അനേകം മനുഷ്യരിലേക്ക് നമ്മുടെ കൊതികൾ പായും. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ നമ്മൾ എത്ര മനുഷ്യരെയാണ് കാണുന്നത്? ഇപ്പോൾ ഒരു ദമ്പതികളായി ജീവിക്കുന്ന ആളുകൾ എത്ര ദമ്പതികളെ അവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ടാവും? വളരെ കുറച്ച് ആളുകളല്ലേ കാണുന്നുള്ളൂ. കുടുംബത്തിലുള്ള കുറച്ച് ആളുകൾ, നാട്ടിലുള്ള കുറച്ച് ആളുകൾ മാത്രമല്ലേ കാണുന്നുള്ളൂ. ഇന്നോ ഭൂമിയിൽ എവിടെയുമുള്ള ദമ്പതികളെ ഇവർക്ക് കാണാം, ഭൂമിയിൽ എവിടെയുള്ള മനുഷ്യരെ കാണാം, അവരുടെ ജീവിതത്തെ കാണാം, അവരുടെ ആനന്ദങ്ങളെ കാണാം, അവർ ജീവിതത്തെ എങ്ങനെ സമീപിക്കുന്നു എന്ന് കാണാം. അപ്പം നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവുക? നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഉണ്ടാകുന്ന ചില നിരാശകളുണ്ട്. ആ നിരാശ ഉണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള സന്തോഷം നഷ്ടപ്പെടുന്ന വലിയ ആഘാതങ്ങളുണ്ട്. ഇന്ന് ലോകം അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നാണത്. ഞാനൊരു സംഭവം പറഞ്ഞിട്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മലയാളത്തിൽ അപ്പുണ്ണി എന്ന പേരിലൊരു സിനിമയുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സിനിമയാണ്. സത്യൻ അന്തിക്കാടിൻ്റെ ഒരു സിനിമയാണ്. അപ്പുണ്ണി എന്നൊരു കഥാപാത്രമുണ്ട്. നെടുമുടി വേണു അഭിനയിച്ചൊരു കഥാപാത്ര അപ്പുണ്ണി. അപ്പുണ്ണിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? അപ്പുണ്ണിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പുണ്ണിയുടെ ഡീലിങ്സ് ഒന്നും അത്ര നല്ലതായിട്ട് തോന്നില്ല. അയാൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ഒരു സാധാരണ മനുഷ്യൻ്റെതായ സംഘർഷങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. ഒരു സാധാരണ മനുഷ്യൻ്റെ സംഘർഷങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അയാൾക്കൊരു മുറപ്പെണ്ണുണ്ട്, അമ്മു എന്നാണ് അവളുടെ പേര്. അപ്പുണ്ണിക്ക് അമ്മുവിനെ നൽകുമെന്നത് എത്രയോ മാസങ്ങളോ വർഷങ്ങളോ ആയിട്ടുള്ള ഒരു വാഗ്ദാനമാണ്. അതാണ് സിനിമയുടെ തീം. അമ്മു അപ്പുണ്ണിക്കുള്ളതാണ്, അത് മാറൂല. പക്ഷേ അതിനിടയ്ക്കാണ് ഒരു മാഷ് അങ്ങോട്ട് ജോലിക്ക് വരുന്നത്. മോഹൻലാലിൻ്റെ കഥാപാത്ര മാഷ് വരുന്നു. മാഷിൻ്റെ ഡീലിങ്സൊക്കെ വളരെ പെർഫെക്ഷനാണ്. മാഷിൻ്റെ സ്വഭാവം, മാഷിൻ്റെ രീതികൾ, ഇതൊക്കെ ഭയങ്കര ആകർഷകമാണ്. എല്ലാവർക്കും മാഷോട് ഇഷ്ടം തോന്നും. ആ ഇഷ്ടം അമ്മുവിനും തോന്നി. അമ്മുവിന് മാഷോട് പ്രണയമായി, മാഷിക്ക് അമ്മുവിനോടും പ്രണയമായി. അവർ തമ്മിൽ തീവ്രമായൊരു പ്രണയത്തിലെത്തുകയും അത് കല്യാണാലോചനയിലേക്ക് വരെ നീളുകയും അമ്മുവിന് മാഷ് മതി എന്ന തീരുമാനത്തിലെത്തുകയും കല്യാണം ഉറപ്പിക്കുകയും അവസാന നിമിഷം മാഷെ കാണാതാവുകയും ചെയ്യുകയാണ്. അമ്മുവിന് അവസാനം അപ്പുണ്ണിയെ തന്നെ കിട്ടുന്നു. അപ്പുണ്ണിയുടെ കൂടെ പിന്നീടുള്ള കാലം ജീവിക്കുന്നതാണ് സിനിമ. പക്ഷേ ഇത് അന്നിറങ്ങിയ ഒരു സിനിമയാണ്. ഇന്ന് കുറച്ചുകൂടെ ഇതിന് സാധ്യതകളുണ്ട് എന്ന് തോന്നുന്നു. ഈ മാഷെപ്പോലെ നമുക്ക് തോന്നുന്ന കുറേ ആളുകൾ ലോകത്തുണ്ടാവും. അപ്പുണ്ണിയെപ്പോലൊരു മനുഷ്യനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതാരാവട്ടെ, നമ്മുടെ സുഹൃത്താവട്ടെ, നമ്മുടെ മക്കളാവട്ടെ, നമ്മുടെ മാതാപിതാക്കളാവട്ടെ, നമ്മുടെ ഇണയാവട്ടെ, ആരാവട്ടെ, അവർ സാധാരണ മനുഷ്യൻ്റെ സംഘർഷങ്ങളുള്ള ഒരാളാണ്. എപ്പോഴും സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്ന ആളൊന്നുമല്ല. പല രീതിയിലുള്ള പ്രത്യേകതകളുള്ള ആൾ. ഓരോ ആളും സ്നേഹം പ്രകടിപ്പിക്കുന്ന ഓരോ രീതിയിലാണ്. ചില ആളുകൾക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ കെയറിങ് ആണ്. കെയർ ചെയ്യേണ്ട സമയത്ത് അത് കെയർ ചെയ്തിരിക്കും. എല്ലായ്പ്പോഴും ഒരേ രീതിയിൽ ആകർഷകമായി പെരുമാറാനൊന്നും കഴിയണമെന്നില്ല. നമ്മുടെ കൂടെ ഉള്ളത് അപ്പുണ്ണിയാണ്. നമ്മുടെ കൂടെയുള്ള മനുഷ്യർ അപ്പുണ്ണിമാരാണ്. മാഷന്മാരെ നമ്മൾ കുറേ കാണും, സോഷ്യൽ മീഡിയയിൽ കാണും, ചുറ്റുവട്ടത്ത് കാണും. ഓരോരോ ആളുകളുടെ ഇടയിൽ നിന്ന് മാഷന്മാരെയൊക്കെ നമ്മൾ കണ്ടിരിക്കും. പക്ഷെ മാഷ് ഒരു സത്യമല്ല, ഇല്യൂഷനാണ്. അതൊരു യാഥാർത്ഥ്യമല്ല, അത് ഇല്യൂഷനാണ്. മാഷ് ഒരാളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ മാഷും അപ്പുണ്ണിയായിട്ട് മാറും. മാഷ് ഒരാളുടെ ജീവിതത്തിൽ വരുമ്പോൾ മാഷും അപ്പുണ്ണിയാണ്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ മനുഷ്യനും അപ്പുണ്ണിയാണ്. അവർ സ്വാഭാവിക മനുഷ്യരാണ്, അലങ്കാരങ്ങളില്ലാത്ത മനുഷ്യരാണ്, ഡെക്കറേഷൻ ഇല്ലാതെ പെരുമാറുന്ന മനുഷ്യനാണ്. പെർഫെക്റ്റായ മനുഷ്യരെ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് കിട്ടില്ല. അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖമനുഭവിച്ച 1-2 നിമിഷങ്ങളുണ്ട്. അതിലൊന്ന്, വാപ്പ മരണപ്പെട്ട് വാപ്പയുടെ നമ്പർ ഒരാൾ വാട്സപ്പായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി വാപ്പയുടെ നമ്പർ വേറൊരാൾക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം അത് കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇനി ആ നമ്പർ ആവശ്യമില്ല.
അങ്ങനെ ആ നമ്പർ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത ഒരു നിമിഷമുണ്ട്. ഉപ്പ കോളിംഗ് എന്ന് പറഞ്ഞിട്ട് എത്രയോ സമയം അതിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു കോള് വരൂല, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞൊരു നിമിഷം. അതുപോലെ ഉമ്മ ഇങ്ങനെ തീരെ വയ്യാതെ ICUയിൽ കിടക്കുമ്പോൾ ഡോക്ടർ അവസാനമായിട്ട് ഞങ്ങളോട് പറയാ, പുറത്തിരിക്കുന്ന ആളുകളോട് ആർക്കെങ്കിലും കാണാനുണ്ടെങ്കിൽ കയറിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കയറി. ഞാൻ അവസാനം കയറിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം കയറിയിട്ട് ഉമ്മയുടെ കാലിൻ്റെ അടുത്ത് ഇങ്ങനെ ചെന്ന് നിന്നിട്ട് ഉമ്മയോട് മാപ്പ് ചോദിച്ച ഒരു സംഭവമുണ്ട്. ഉമ്മയോട് ഞാൻ കുട്ടിക്കാലത്ത് ചെയ്തൊരു തെറ്റുണ്ട്. ആ തെറ്റിന് മാപ്പ് ചോദിച്ചത് ICUവിലെ അവസാനത്തെ നിമിഷമാണ്. ഉമ്മ എന്നോട് പൊറുക്കണേ എന്ന്. ശരിക്കും മനസ്സിലായി അതൊക്കെ കേൾക്കാൻ കഴിയാത്ത അത്ര ദൂരേക്ക് ഉമ്മ പോയിട്ടുണ്ട്. ഒരു കാലത്ത് പറയേണ്ട കാര്യങ്ങൾ പറയാതെ പോയതിൽ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോയതിൽ. അതാ ബാലാമണി അമ്മയുടെ ഒരു കവിതയുണ്ട്, വല്ലാത്തൊരു വരിയ. ആരുള്ളൂ മരിച്ചവർക്ക് അപരാധി ഞാനെന്നൊരാടലേശാതെ. ആരുള്ളൂ മരിച്ചവർക്ക് അപരാധി ഞാനെന്നൊരാടലേശാതെ. മരിച്ചവരെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടാത്ത ആരാണുള്ളത്? അല്ല, ഇത്ര വേഗം മരിക്കുമെന്നറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ സ്നേഹിക്കാമായിരുന്നു. അവൾ ഇത്ര വേഗം പോകുമെന്നറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു. അയാൾ ഇത്ര വേഗം പോകുമെന്നറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു എന്നാലോചിച്ച് സങ്കടപ്പെടാത്ത ആരാണുള്ളത്? ആരുള്ളൂ മരിച്ചവർക്ക് അപരാധി ഞാനെന്നൊരാടലേശാതെ. ഉപ്പയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അമ്മയും. എനിക്ക് തോന്നാറുണ്ട്, ഉള്ളിലൊരു ഗർഭപാത്രമുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് കടന്നു പോകുന്ന അനുഭവങ്ങൾ എത്ര വലുതാണ്. ഉള്ളിലൊരു ഗർഭപാത്രമുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് കടന്നു പോകുന്ന തീക്ഷ്ണമായ അനുഭവങ്ങൾ എത്രയേറെയാണ്. ഒരു 12 വയസ്സോ 13 വയസ്സോ മുതൽ മെനോപ്പസിന്റെ നിമിഷം വരെ അവൾ കടന്നു പോകുന്ന അനേകം അനുഭവങ്ങൾ, ഉള്ളിലെ തീക്ഷ്ണമായ സംഘർഷങ്ങൾ, സഹിക്കാനാവാത്ത സംഘർഷങ്ങൾ, മൂഡ് സ്വിങ്ങുകൾ, പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ അവളുടെ ഓരോ ഡീലിങ്സിലും അവളിങ്ങനെ പ്രകടമാക്കുന്ന അനേകം കാര്യങ്ങൾ കുറച്ച് മാത്രം നമ്മൾ കാണുന്നു. എത്ര തീക്ഷ്ണമായിരിക്കും അയാളുടെ ഉള്ളിൽ അയാൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ. അവൾക്ക് വേണ്ടിയിട്ടാണോ? അവൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ, ഈ മനുഷ്യവംശത്തിന് വേണ്ടിയിട്ട്. മനുഷ്യവംശം നിലനിർത്താൻ വേണ്ടിയിട്ട് അവളുടെ ഉള്ളിൽ ഒരു ചെറിയ പാത്രമുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ എത്ര തീക്ഷ്ണമാണെന്ന് ആലോചിച്ചു. എന്തിനാണ് പ്രിയപ്പെട്ട മനുഷ്യർ ഒരാൾ പറയാത്തതൊക്കെ ശ്രദ്ധിക്കാനും, വളരെ കുറച്ചേ മനുഷ്യർ പറയൂ, ബാക്കി കൂടി അറിയാൻ കഴിയുന്ന അത്രയും ഇങ്ങനെ ചേർന്ന് നിൽക്കാനാണ് പ്രിയപ്പെട്ട മനുഷ്യർ.